ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ മഴക്കാലത്ത് ഞാൻ എൻ്റെ റോസിന് ചെയ്യുന്ന കുറച്ച് കെയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നല്ല മഴയാണല്ലോ, അപ്പോൾ ഒരു മഴ കഴിഞ്ഞു, കുറച്ച് ഗ്യാപ്പ് വന്നു, ഇപ്പോൾ അടുത്ത മഴ പിന്നെയും തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ റോസിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാവരുടെ റോസൊക്കെ ഉണ്ടാവും മഴയത്തിരുന്നതൊക്കെ, ഇലയെല്ലാം ഇങ്ങനെ പഴുത്ത് പിന്നെ ഇലയ്ക്കൊക്കെ ഒരു ബ്ലാക്ക് ഡോട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടെല്ലാം ഇങ്ങനെ ഒരു കോല് പോലെ നിൽക്കുന്നുണ്ടാവും അല്ലേ, ഇലയെല്ലാം പൊഴിഞ്ഞു പോയിട്ട്. അപ്പം ഞാൻ എൻ്റെ റോസിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ വളങ്ങളാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ എൻ്റെ റോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഴുത്ത ഇലകളെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ കുറേ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റോസിൻ്റെ മൊട്ടിനൊക്കെ ഒരു ഇത് കണ്ടില്ലേ, കുരുടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് അതെല്ലാം ഒന്ന് ഞാൻ കത്തിച്ച് കളയുന്നുണ്ട്. ആ കുരുടിപ്പ് വന്നതെല്ലാം എടുത്ത്. അപ്പോൾ ഇപ്പോൾ അധികം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂക്കളൊന്നും ഒരുപാട് വെക്കാത്തതാണ് നല്ലത്. മഴയത്താണ് ഇരിക്കുന്നതെങ്കിൽ ഒക്കെ പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിൽ വീഴാനും, ഈ പഴുത്ത ഇലകളൊക്കെ കളഞ്ഞില്ലെങ്കിൽ അതൊക്കെ ചുവട്ടിൽ വീണിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും റോസിൻ്റെ ചുവടൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ടാവണേ. ഇലകളൊന്നും വീണ് അങ്ങനെ പഴുത്ത് ചീയാതെയൊക്കെ നോക്കണം. അതേപോലെ വെള്ളം എപ്പോഴും നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടിംഗ് മിക്സ് ആയിരിക്കണേ. നമ്മൾ മഴയത്താണ് റോസ് ഇരിക്കുന്നതൊക്കെ എങ്കിൽ പെട്ടെന്ന് വെള്ളം കെട്ടി നിൽക്കരുത്. കെട്ടി നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ പോട്ടൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ നല്ല ചിലകളിൽ നിന്നൊക്കെ ശക്തിയായിട്ട് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നത് നല്ലതാണ്. നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വേണം റോസ് എപ്പോഴും വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറേയൊന്നും റോസ് ഈ മഴക്കാലത്തൊക്കെ നശിച്ചു പോകാണ്ട് കിട്ടും. എൻ്റേത് കുറേയെല്ലാം റോസൊക്കെ മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പോട്ടിംഗ് മിക്സ് നല്ലതായതുകൊണ്ട് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കാറൊന്നുമില്ല. പിന്നെ ആ ഉണങ്ങിയ കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തു. ഇതിനൊക്കെ ഇലയ്ക്കൊക്കെ കുരുടിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും റോസിൻ്റെ ചുവടൊക്കെ നന്നായിട്ട് ഇലകളെല്ലാം കളയുന്നതുകൊണ്ട് ചുവട്ടിലൊന്നും എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടില്ലേ, അപ്പം കോല് പോലെയാണ് നിൽക്കുന്നത്. എല്ലാത്തിനും ബ്ലാക്ക് ഒരു ഡോട്ടും വന്നിട്ടുണ്ട് ലീഫിലെല്ലാം. ഇതൊരു ഓർക്കിഡ് റോസാണ്. ഇത് ഉണങ്ങിപ്പോയതായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എനിക്ക് തളർത്ത് വന്ന് പിടിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ റോസെല്ലാം എടുത്ത് പിന്നെ ആ പഴുത്ത ഇലകളെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം ഞാനൊന്ന് സാഫ് തേച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ നിന്ന് ഒരു കറുപ്പ് കളർ ഇങ്ങനെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം ഞാനൊന്ന് സാഫ് തേച്ച് കൊടുക്കുന്നുണ്ട്. സാഫ് തേച്ച് കൊടുത്തിട്ടൊന്നത് ഡ്രൈ ആയി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാത്തിനും സാഫ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങി പിടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പിന്നെ മുട്ടിൻ്റെ ആ കുരുടിപ്പ് അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എക്സോഡസ് ആണ് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അത് 1 ലിറ്റർ വെള്ളത്തിലോ 1 ml ഒക്കെ എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 15 ദിവസം കൂടുമ്പം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ എല്ലാത്തിനും ഒന്ന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ സമയത്ത് പിന്നെ വളങ്ങൾ ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കാത്തതാണ് നല്ലത്. അപ്പം നമുക്ക് ഒരു സൈഡിലായിട്ട് DAPയോ NPKയോ ഒക്കെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്, ചട്ടിയുടെ പോട്ടിൻ്റെ ചെടിയുടെ ഒക്കെ വലിപ്പം അനുസരിച്ച് മാത്രമേ വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് DAP ഇട്ട് കൊടുത്തോണ്ടാണ് ഇന്ന് ഇട്ട് കൊടുക്കാതിരുന്നത്. ഇതെൻ്റെ കുറച്ച് നാടൻ റോസാണ്, ഞാൻ നിലത്ത് നട്ട റോസാണ്. അപ്പോൾ ഇതിനൊന്നും എത്ര മഴ നനഞ്ഞാലും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. എനിക്ക് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള റോസുകൾക്ക് മാത്രമേ ഈ ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞിങ്ങനെ കോല് പോലെ നിൽക്കുന്നതായിട്ട് വന്നിട്ടുള്ളൂ. ഇതൊക്കെ എപ്പോഴും മഴ നനയുന്നതാണല്ലോ, എന്നിട്ടും ഇതിനൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതെനിക്കും ഒരു ഉപകാരപ്രദമായിരിക്കും.